ആ ഷോൾ ഇപ്പോൾ ഇങ്ങനെയായി മാറിയിരിക്കുകയാണ്. ഇതിനെ നമുക്ക് ഫ്ലവർ എന്നും പറയാം. ഇവക്ക് തൊപ്പിയായിട്ടും വെച്ച് കൊടുക്കാം. അയ്യോ എല്ലാം. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോ പതിവ് പോലെ ഇന്നും നമ്മളൊരു വീഡിയോ അല്ലല്ലോ അല്ല ഇന്ന് എന്തുണ്ടാക്കും എന്തുണ്ടാക്കിയിട്ടാ ഇന്ന് ഞാൻ വീഡിയോ ഇടേണ്ടത്? ഒന്നുമില്ല, ആലോചിക്കാനൊന്നുമില്ല. ഈ ഒരു ഷോള് വന്നാലും എന്റെ കയ്യിൽ വരുമ്പോ ഇത് പൂവായി ചെയ്യും. ഓഹോ, എങ്കിൽ നമുക്ക് ആ ഷോള് വെച്ചുള്ള പൂവൊന്ന് കണ്ടാലോ? ഓക്കെ. ഹലോ. അതെ, ഇതിനെ ഞാനൊരു അടിപൊളി പൂവാക്കി തരാം. ഷോളോ കർച്ചീഫോ എന്ത് കിട്ടിയാലും, ഒരു കല്ലിനെ കിട്ടിയാൽ പോലും ഞാൻ പൂവാക്കും. ഈ വീട് ഫുള്ള് ഇപ്പൊ പൂ കൊണ്ട് നിറഞ്ഞു. അതെ അതെ, കണ്ടോ? പഠിപ്പിക്കണോ? പഠിപ്പിക്കണമെങ്കിൽ ഞാൻ ഇപ്പൊ പഠിപ്പിക്കാം. ഇങ്ങനെ ചുരുട്ടി എടുക്കുക. ഓക്കെ, എന്നിട്ട് ഈ 2 വിരലുകളാണ് ഇതിന്റെ സംഭവം. ഒരെണ്ണം ഇത് നമുക്ക് ലാസ്റ്റ് വേണം, ആവശ്യമാട്ടെ. ഇവിടുന്ന് എടുക്കുന്നു, കറക്കുന്നു, എടുക്കുന്നു, കറക്കുന്നു, എടുക്കുന്നു, കറക്കുന്നു. ലാസ്റ്റില് ഈ കെട്ടിയതിനെ ഇതുവഴി ഇങ്ങനെ കയറ്റുന്നു. ആരുടെയും കയ്യും വേണ്ട, കാലും വേണ്ട, എനിക്ക് ആരുടെയും ഒരു സഹായവും വേണ്ട, ഒരു സഹായവും വേണ്ട. ഓക്കെ ഓക്കെ. കെട്ടിട്ട് ഈ 2 വിരലാണെന്ന് ഓർമ്മ വേണം. ഇതിൽ വിരിഞ്ഞത് കെട്ടി എടുത്തു. ഇനി ഞാൻ ഇതിന്റെ ഓരോ ഭാഗവും വിടർത്തി എടുക്കാൻ പോവുക. ഓക്കെ ഓക്കെ. പോയി. അതാരാ ഇവിടെ സൈഡിൽ തൂണിടുന്നത്? സാരി വെച്ചോണെങ്കിലും നമുക്ക് ചെയ്യാം. എന്നിട്ട് ഇങ്ങനെ ഞൊറി ഉണ്ടാക്കി ഈ ഞൊറി, ഓരോ ഞൊറികളെയും നമ്മള് ഇതില് വിടർത്തി കൊടുക്കുക. അപ്പൊ നമുക്ക് ലാസ്റ്റ് നല്ല ഒരു പൂവായിട്ട് ഇങ്ങ് വരും. എന്തോ പൂവായിട്ട് വരും? പൂവിന്റെ പേര് നിങ്ങൾ ഇടുക. ഏത് പൂവാണെന്ന് നിങ്ങളെ പറയണം കേട്ടോ. ഓഹോ, ഇത് ലാസ്റ്റ് വരെ എനിക്ക് എടുക്കാൻ ഒരു ഇച്ചിരി സമയം വേണ്ടി വരും. ഓക്കെ, എന്നാ എടുത്തിട്ട് വരാം. പൂ വിടർത്തുന്ന സമയം കണ്ടോ ഗൈസ്? ഒരു കയ്യില് ബേബിയും വെച്ച് ഒരു കൈയും വെച്ചാണ് ഞാൻ ഈ വീഡിയോസ് ഒക്കെ എടുത്തു കൊടുക്കുന്നത്. ഇവരെ ഉണ്ടാക്കിയ പൂക്കളെല്ലാം ഒന്നുകൂടെ ഒന്ന് ഓർമ്മപ്പെടുത്തിക്കോ. എന്നും നമ്മുടെ പൂക്കൾ നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ട്. ഒന്ന് കണ്ടു, നമ്മുടെ പഴയ വീഡിയോസൊക്കെ ഒന്ന് കയറി കണ്ടാൽ ഇതൊക്കെ നിങ്ങൾക്ക് കാണാം. ഒരു പൂ ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഉണ്ട് AC-യുടെ ചുറ്റും. ഈ പൂവിന്റെ കാര്യം, പൂ റെഡി. ഇത് വെറും കേസിൽ വെക്കുന്ന പൂവല്ല, ഇത് നമുക്ക് തലയിൽ ഫിറ്റ് ചെയ്യുന്ന പൂവാ. ഓക്കെ, കൈ കെട്ടാം. അടിപൊളിയായിട്ടുണ്ടല്ലോ. കൈ കെട്ടാം. നിന്റെ കൈ കെട്ടിത്തരാം, നിന്റെ തലയെ കെട്ടിത്തരട്ടെ. അപ്പൊ എന്റെ ഹെയറിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്യാനൊന്നുമില്ല കിട്ടി.
ഫ്ലവർ ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് വന്നിട്ട് ഇത് ഒടുവിൽ ഹെയർ ബാൻഡും ഹെയർ ബോയും ഹെയർ ബണ്ണും ഒക്കെ ആയി മാറിയിട്ടുണ്ട്. ഇതാണ് സംഭവം. എങ്ങനെയുണ്ട്? എനിക്കിഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ടാറ്റ, ബൈ ബൈ.